ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് 170/2015. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ദീപക് സന്ധു. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡൽഹൌസി ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ചിറക്കൽ. പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ന്യൂസിലാൻഡ്. സമാധാന നോബൽ സമ്മാനിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓസ്ലോ. ശ്രദ്ധിക്കുക, സമാധാന നോബൽ സമ്മാനിക്കുന്നത് ഓസ്ലോയിൽ വെച്ചിട്ടാണ്. സമാധാനമല്ലാത്ത എല്ലാ പുരസ്കാരങ്ങളും നൽകുന്നത് സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ലക്നൗ. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദി ഏത്? ഉത്തരം ഇന്ദ്രാവതി. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം? ഉത്തരം ജയ്പൂർ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം? ഉത്തരം കബഡി. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡി. അടുത്ത ചോദ്യം നോക്കാം. രാജ്യസഭയിലേക്ക് മത്സരിക്കുവാൻ ഒരാൾക്ക് എത്ര വയസ്സ് പൂർത്തിയാകണം? ഉത്തരം 30 വയസ്സ്. വാസ്തുഹാര എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് അരവിന്ദൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം ഖുഷ്വന്ത് സിംഗ്. ദേശീയ സുരക്ഷാ ദിനം എപ്പോൾ? ഉത്തരം മാർച്ച് 4. സ്വത്ത് അവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞത് ഏതു വർഷത്തിൽ? ഉത്തരം 1978. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം ഒപ്റ്റിക്സ്. 1969 ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് 2 ചോദ്യം പ്രതീക്ഷിക്കാം. ഏത് വർഷമാണ് ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതെന്ന് ചോദിച്ചാൽ 1969 ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏതു വർഷം? ഉത്തരം 1920. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? ഉത്തരം പാട്ടബാക്കി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എത്ര വയസ്സുവരെ അധികാരത്തിൽ തുടരാം? ഉത്തരം 65 വയസ്സുവരെ. ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? ഉത്തരം വാതാപി. ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. എന്നോർ തുറമുഖം ഏത് തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കോറമാണ്ടൽ തീരം. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? ഉത്തരം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം നോക്കാം. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1964. മൾബറി കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത്? ഉത്തരം മോറി കൾച്ചർ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? ഉത്തരം നർമ്മദ. അടുത്ത ചോദ്യം നോക്കാം. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത്? ഉത്തരം ശ്വാസകോശങ്ങൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം അയ്യങ്കാളി. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊല്ലം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റിൽ പാസാക്കിയ വർഷം ഏത്? ഉത്തരം 2005. യെല്ലോ സ്റ്റോൺ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അമേരിക്ക. സർവരും പഠിക്കുക സർവരും വളരുക എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുടേതാണ്? ഉത്തരം സർവശിക്ഷ അഭിയാൻ. അടുത്ത ചോദ്യം നോക്കാം. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം മീററ്റ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഉത്തരം 1741. അടുത്ത ചോദ്യം, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാങ്ക്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിഷത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം ടോക്സിക്കോളജി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗം അല്ലാത്ത രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. 15ാം ലോകസഭയുടെ സ്പീക്കർ ആരായിരുന്നു? ഉത്തരം മീരാ കുമാർ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോഴത്തെയാണ് 2024 അല്ലെങ്കിൽ 2025 ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം സുകുമാർ സെൻ. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു.
നമ്മൾ പഠിക്കേണ്ടത് 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന എക്സാമിനും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം 6. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. വാട്സാപ്പിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം യാൻ ക്യൂം. ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര്? ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നത്? ഉത്തരം അമ്മീറ്റർ. G8 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പെടാത്ത രാഷ്ട്രം ഏത്? ഉത്തരം ചൈന. ഇപ്പം നമ്മൾ G8 രാഷ്ട്രങ്ങൾ എന്നല്ല, G7 രാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ G8 രാഷ്ട്രങ്ങളിൽ നിന്നും റഷ്യനെ 2014 പുറത്താക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ G7 രാഷ്ട്രങ്ങളാണ്. അതിൽ ഉൾപ്പെടാത്ത രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് പഠിച്ച് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതെല്ലാവരും ഒന്ന് പോയി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പ് അതിലുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം? ഉത്തരം 5. വെടിയുണ്ടേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതിനാണ്? ഉത്തരം ഒഡീഷ. 2024 ശ്രേഷ്ഠ ഭാഷാ പദവി 5 ഭാഷകൾ ലഭിച്ചു. ഏതൊക്കെയാണെന്ന് നോക്കാം. മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. അടുത്ത ചോദ്യം നോക്കാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള? ഉത്തരം പരുത്തി. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. 2011 ലാസ്റ്റ് നടന്നത്. അതിനുശേഷം 10 വർഷം എന്ന് പറയുമ്പോൾ 2021 നടക്കേണ്ടതായിരുന്നു. പക്ഷേ കോവിഡ് മൂലം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഇതുവരെ സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. അതുപോലെ ലാസ്റ്റായിട്ട് സെൻസസ് നടന്നതെന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് 2011 ആൻസർ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതിവിധി? ഉത്തരം മാൻഡമസ് റിട്ട്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഉത്തരം ലെപ്റ്റോസ്പൈറ. പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതൊക്കെ സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ്? ഉത്തരം അറ്റ്ലാന്റിക് ആൻഡ് പസഫിക്. 2011 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം കോപ്പൻഹേഗൻ. ശ്രദ്ധിക്കുക, ഇത് 2014 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് പഠിക്കേണ്ടത് 2024 2024 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹാൻഷോ, ചൈനയിലാണ്. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം? ഉത്തരം 206. നിശാന്തത എന്ന രോഗം ഏത് ജീവകത്തിന്റെ അഭാവം കൊണ്ടാണ്? ഉത്തരം ജീവകം എ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഉത്തരം ഹൈഡ്രജൻ. സെറികൾച്ചർ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പട്ടുനൂൽ. കേരളത്തിലെ ഏക നിത്യഹരിതവനം? സൈലന്റ് വാലി. പക്ഷികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം ഓർണിത്തോളജി. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം? ടങ്സ്റ്റൺ. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം? ഉത്തരം ഓക്സിജൻ. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യം? ഉത്തരം കുരുമുളക്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം അസറ്റിക് ആസിഡ്. ദേശീയ ശാസ്ത്ര ദിനം? ഉത്തരം ഫെബ്രുവരി 28. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ബാരോമീറ്റർ. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം? ഉത്തരം ഫോസ്ഫറസ്. താഴെ പറയുന്നവയിൽ കാന്തിക പദാർത്ഥമല്ലാത്തത് ഏത്? ഉത്തരം ചെമ്പ്. മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവി? ഉത്തരം പ്ലാറ്റിപ്പസ്. BCG വാക്സിൻ ഏത് രോഗത്തിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പാണ്? ഉത്തരം ക്ഷയം. അലുമിനിയത്തിന്റെ അയിരാണ്? ഉത്തരം ബോക്സൈറ്റ്. ഏത് രാസവസ്തുവിന്റെ രാസനാമമാണ് സോഡിയം ബൈകാർബണേറ്റ്? ഉത്തരം ബേക്കിംഗ് സോഡ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീൽ ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്തത് നോക്കാം. കാർഡിയോളജി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹൃദയം. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ എ, 87 ഓപ്ഷൻ ഡി, 88 ഓപ്ഷൻ ബി, 89 ഓപ്ഷൻ സി, 90 ഓപ്ഷൻ എ, 91 ഓപ്ഷൻ സി, 92 ഓപ്ഷൻ ഡി, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ സി, 97 ഓപ്ഷൻ എ,
98 ഓപ്ഷൻ സി, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ ബി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്